നമസ്കാരം. ഇന്നിപ്പോൾ നല്ലൊരു വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3-4 ഏലക്കയും എടുത്ത് കുതിർത്തതാണ് കേട്ടോ. പിന്നെ ഒരു നാളികേരം ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് അരി കഴുകിയതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചോറ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരവും എല്ലാം ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കുറച്ചധികം തന്നെയാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പള്ളിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് 3 വലിയ ഗ്ലാസ് എടുത്തത്. 2 കപ്പ് ചോറും പിന്നെ ഒരു നാളികേരമാണ് കേട്ടോ ഞാനിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 ബാച്ചായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി കുതിർത്തത് ഒരു 5-6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത അരിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ അത് പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ അരപ്പിൽ നമ്മൾ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ലാസ്റ്റുള്ളതിൽ പഞ്ചസാരയോട് ചേർത്താണ് കേട്ടോ നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലൊരു 3 വലിയ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും ഇതിലേക്ക് പിന്നെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ അപ്പത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് അതോട് ചേർത്തെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം ഞാൻ കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ചായക്കപ്പല്ലേ, ആ ഒരു വലിയ കപ്പിലാണ് കേട്ടോ 3 കപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അളവ് മെഷർമെൻറ്റിലുള്ള അളവില്ലേ, അതിൽ 2 കപ്പ് ചോറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാളികേരം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം തന്നെ കിട്ടും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനി ഇത് ഒന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറായപ്പോഴത്തേനും നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അപ്പമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 4 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരിത്തിരി നെയ്യാണ് കേട്ടോ ഇതിൽ തടവി കൊടുക്കാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ഒരേപോലത്തെ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാത്തിലും ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്ര ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി ചാടിയൊക്കെ വരും. അപ്പോൾ 3 തവി ഒഴിച്ചാൽ കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീമർ കണ്ടോ, ഇതുപോലത്തെ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ 4 ഒരേപോലത്തെ അപ്പം തന്നെ കിട്ടുമല്ലോ, ഒറ്റയടിക്ക് പണിയും കഴിയും. അപ്പോൾ 4 തട്ടിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക്ക് സിസ്റ്റം ഉണ്ട്, അതും കൂടി വെച്ചെടുത്തിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൂക്ഷിച്ച് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് മതി കേട്ടോ നമുക്ക് അപ്പം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എടുത്ത്. അപ്പോൾ അപ്പമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ കട്ട് ചെയ്ത് നോക്കുന്നത്. ഞാൻ ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.